ഹായ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പൊ കുറെ പേര് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് കേട്ടോ, ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും നഴ്സിംഗിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് സീരീസിലെ എന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. സീരിയസ്ലി നമ്മളിനി ഫേസ് ചെയ്യാൻ പോകുന്ന ആ ഒരു റിയാലിറ്റിയെ പറ്റിയിട്ട് തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ആകും എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കാണാണ്ടിരിക്കുക. ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത് ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ് ആണ്. അപ്പം അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ് കാണും. നമ്മൾ ആ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിലബസിന്റെയും കരിക്കുലത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ 4 വർഷത്തെയും കോഴ്സ് പോവുക. എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇല്ല എല്ലാം സ്കെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന കണക്കാണ്. ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6ാമത്തെ മാസത്തിൽ നമുക്ക് ആദ്യത്തെ സെമസ്റ്റർ എക്സാം ഉണ്ടായിരിക്കും. അടുത്ത 6 മാസത്തിൽ അടുത്ത സെമസ്റ്റർ എക്സാം കാണും. അപ്പൊ ഈ ഒരു കാര്യം ഫിക്സ്ഡ് ആണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആർട്സ് കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഭയങ്കര അടിച്ചുപൊളിയാണ്. അപ്പൊ നമ്മളൊക്കെ ക്ലാസ്മേറ്റ്സ് സിനിമയൊക്കെ കണ്ടാണ്. അപ്പൊ അതിലൊരു വൈബ് ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ആയിരിക്കും കോളേജ് ലൈഫ്. അടിച്ചു പൊളിച്ച് ക്ലാസ് കട്ട് ചെയ്ത് നടക്കാം, അങ്ങനത്തെ കുറച്ച് ചിന്തയൊക്കെ കാണും. അപ്പം ഇതൊന്നും നഴ്സിംഗിൽ ആപ്ലിക്കബിൾ അല്ല. നമുക്ക് അങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നടക്കാനോ അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല. നമുക്ക് എക്സാം എഴുതുന്നതിന് മിനിമം 80% അറ്റൻഡൻസ് വേണം ഓരോ സെമസ്റ്ററിലും. ഓരോ സെമസ്റ്ററിൽ തന്നെ ഓരോ സബ്ജക്റ്റിനും വേണം മിനിമം 80%. സോ നമുക്കങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കാനൊന്നും പറ്റത്തില്ല. ഒരു അത്യാവശ്യം വരുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ലീവ് എടുക്കാനായിട്ട് പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു 80% എങ്കിലും കീപ്പ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പൊ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു കോളേജ് ലൈഫ് അത്രയ്ക്കൊന്നും നമുക്ക് കിട്ടണമെന്നേ ഇല്ല. ഇനി ചിലർക്ക് കിട്ടും, അത് അവരുടെ ലക്കാണ്. അവർ പോകുന്ന കോളേജും അങ്ങനത്തെ ഇതൊക്കെ കാരണം അതൊക്കെ ഒരു അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉറപ്പായിട്ടും കീപ്പ് ചെയ്യാൻ പറ്റും. അതിപ്പം മറ്റേ ആർട്സ് കോളേജിൽ പഠിക്കുന്നവരുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അതൊക്കെ തന്നെ നിങ്ങൾക്ക് നഴ്സിംഗ് കോളേജിലും കിട്ടും. അങ്ങനത്തെ സീനൊന്നും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ക്ലാസ് സ്കിപ്പ് ചെയ്ത് അങ്ങനെ നടക്കാനോ അങ്ങനെ ലീവ് എടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് എൻജോയ് ചെയ്യുക അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പൊ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ ഉറക്കമായിരിക്കും. ഇപ്പൊ വീട്ടിൽ നിങ്ങൾ കുറേ നാളായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനൊക്കെ ഇതുപോലെ അഡ്മിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന നോക്കി വീട്ടിലൊരു 6-7 മാസം വെറുതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ സമയം എന്റെ ഫുൾ പരിപാടി എന്ന് പറയുമ്പം ഒരു ഡെയിലി ഞാനൊരു 4-5 സിനിമയൊക്കെ കാണുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പാലയിൽ റിപ്പീറ്റ് പോയായിരുന്നു 1 ഇയർ. അപ്പം എനിക്ക് അവിടുന്ന് ടാബ് ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ യൂസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ടാബ് യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മൂവീസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവീസ്. അപ്പം അതായിരുന്നു എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ. അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ ടാബ് ഉണ്ട്, പക്ഷെ ഞാനത് യൂസ് ചെയ്യാറ് പോയിട്ട് എടുക്കാൻ പോലും എനിക്ക് പറ്റാറില്ല. ഞാൻ സിനിമയൊക്കെ കാണാറില്ല അങ്ങനൊന്നും അല്ല. ഞാൻ അത്യാവശ്യം ഇപ്പോഴും സിനിമ ഒക്കെ കാണും, അതൊക്കെ ഒരു സത്യമാണ്. എന്നാൽ പോലും എനിക്ക് ടാബ് എടുത്ത് വെച്ചിട്ട് അങ്ങനത്തെ ടൈം ഒന്നും ഇല്ല. അപ്പം നമ്മൾ ആ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ചേഞ്ച് ആവും. ഇപ്പൊ നമ്മൾ 11 മണിക്ക് ഉറക്കം എണീറ്റ് ഇരുന്നവരാണെങ്കിൽ ഇനി ചിലപ്പോൾ അത് പറ്റണമെന്നൊന്നുമില്ല. ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ഫിക്സഡ് ഷെഡ്യൂളിലായിരിക്കും പോകുന്നത്. രാവിലെ എന്തായാലും ഒരു 8 മണിക്ക് ക്ലാസ് ഉണ്ടാവും ഉറപ്പായിട്ടും. അതിന് മുന്നേ ഉണ്ടെങ്കിലേ ഉള്ളൂ. 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി വരെ കോളേജ് കാണും. അപ്പം നമ്മൾ രാവിലെ 8 മണിക്ക് കോളേജിൽ പോകണമെങ്കിൽ എത്ര നേരത്തെ എണ്ണിക്കേണ്ട വരും. ഇപ്പം അടുത്തുള്ളവരാണെങ്കിൽ ചിലപ്പോൾ 1 hour മതിയായിരിക്കും. ഇനി ഡേ സ്കോളർ ആയിട്ട് പോകേണ്ടവരാണെങ്കിൽ അതനുസരിച്ച് എണ്ണിക്കേണ്ടതായിട്ട് വരും. അപ്പം ഉറക്കം അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങളത് ഇപ്പോഴേ പഠിക്കുക. ഇനി ചിലപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 1 week ഒക്കെ സമയം കാണത്തുള്ളൂ. കുറെ കോളേജുകളിലൊക്കെ November 3-ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് റെഡിയാക്കി എടുക്കുക. നിങ്ങളുടെ ഉറക്കം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. കുറച്ച് നേരത്തെയൊക്കെ എണ്ണിച്ച് ശീലിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ശീലമായി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടല്ല. ഇപ്പോഴും ഉറങ്ങാനൊക്കെ എനിക്കാലും ഇഷ്ടമാണ്. മടി പിടിച്ചിരിക്കുന്ന ആളുമാണ് ഞാൻ. എന്നാൽ പോലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഡെയിലി എണീറ്റ് പോയി അതൊരു റൊട്ടീന്റെ ഭാഗമാവും. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരു തലവേദന ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ല അത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു കാര്യം, വൈകുന്നേരം 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് റൂമിൽ വന്നിട്ട് വെറുതെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ എഴുതാനുണ്ട്. ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒരുപാടൊന്നും കാണത്തില്ല. പക്ഷെ തേർഡ് സെമ്മ് തൊട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനുണ്ട്. നമുക്ക് അസൈൻമെന്റ്, സെമിനാർ അങ്ങനത്തെ കോളേജ് വൈസ് അങ്ങനത്തെ റിക്വയർമെന്റ് ഉണ്ട്. അത് കൂടാതെ തന്നെ
നമുക്ക് ക്ലിനിക്കൽ റിക്വയർമെന്റ് ഉണ്ട്. നമുക്കിപ്പോൾ പോസ്റ്റിങ്ങിന് നമ്മൾ പോകും. അപ്പോൾ പോസ്റ്റിങ്ങിന് പോകുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്ലിനിക്കൽ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു എഴുതുന്ന ഓരോരോ സാധനങ്ങൾക്കാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നിങ്ങൾ കെയർ പ്ലാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. സോ സമയം രാത്രിയും കോംപ്രമൈസ്ഡ് ആയിരിക്കും. ഞാനൊക്കെ ഫസ്റ്റ് സെമ്മിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു ഷെഡ്യൂളിൽ കൂടെ ഒന്നും കടന്നു പോയിട്ടില്ല. അപ്പൊ അതിനോടൊന്ന് അഡ്ജസ്റ്റ് ആവാൻ ഒരു ടൈം എടുക്കും. പിന്നെ ഫസ്റ്റ് സെമ്മിൽ എഴുതുന്നതൊക്കെ അത്യാവശ്യം കുറവാണ്, കുറച്ചേ ഉള്ളൂ. പഠിക്കാനാണ് കൂടുതൽ. അപ്പൊ അതാണ് അവിടെ വരുന്ന ഒരു വ്യത്യാസം. അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്നൊന്നും കിടന്നുറങ്ങാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അത്യാവശ്യം കുറെ വർക്കുകൾ കാണും. ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയുന്നില്ല, ഒരു സത്യാവസ്ഥ പറയാണ്. പിന്നെ ഇതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ബിക്കോസ് ഒരുപാട് പേര് പഠിച്ചിറങ്ങി നഴ്സായി, ഒരുപാട് പേര് ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം ഞാനും പഠിക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയവരല്ലേ. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ടും പറ്റും. അതുകൊണ്ട് ഇതൊന്നും ഒരു നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ലെവലിൽ എത്താനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സസ്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യം ഓർക്കുക. അതൊന്നും ആലോചിച്ച് ടെൻഷൻ ഒന്നും എടുക്കേണ്ട. ജസ്റ്റ് നിങ്ങളുടെ അവബോധത്തിന് വേണ്ടിയിട്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനൊക്കെ പോകും അല്ലേ. അപ്പൊ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ക്ഷീണവും നമുക്ക് കാണും. അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു റൊട്ടീന്റെ ഭാഗമാവാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇതിനോടൊന്നും അഡ്ജസ്റ്റ് ആവാൻ മെന്റലി റെഡി ആയിരിക്കണം, ഫിസിക്കലി റെഡി ആയിരിക്കണം. ഫിസിക്കലി റെഡി ആയിരിക്കാന്ന് വെച്ചാൽ ഉറക്കം കോംപ്രമൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് മെന്റലി നിങ്ങളൊന്ന് റെഡി ആവാം. എനിക്കിനി പോസ്റ്റിങ്ങിനൊക്കെ പോകണം, 4 വർഷത്തേക്ക് ഞാനിനി കുറെ സമയം എനിക്ക് എഴുതേണ്ടി വരും, പഠിക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ആയിരിക്കുക. അല്ലാണ്ട് ഒന്നുമില്ല. ഈ ഉറക്കം കോംപ്രമൈസ് ചെയ്യപ്പെടും എന്ന് പറയുമ്പം ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും എന്നൊന്നും അല്ല. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 6 മണിക്കൂറൊക്കെ, ചിലപ്പോൾ ഒരു 8 മണിക്കൂർ അത്രയൊക്കെ ഉറങ്ങാൻ പറ്റിയെന്ന് വരത്തുള്ളൂ. ആ ഒരു കാര്യമാണ് പറയുന്നത്. അടുത്തതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വീട് മിസ് ചെയ്യും. അത് സീരിയസ്ലി ഞാൻ ഭയങ്കര മിസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള കോളേജിൽ പോകണ്ട എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്റെ വീട് കൊല്ലത്താ. അപ്പൊ ഞാൻ അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് പഠിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒരു ജില്ല അപ്പുറമേ പോയുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു സെക്കൻഡ് സാറ്റർഡേ ഒക്കെ അവധി കിട്ടുന്ന സമയത്ത് വീട്ടിലോട്ട് ഓടി ചെല്ലാനായിട്ട് പറ്റും. ഇഫ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു, കുറേ കൂടെ ദൂരത്ത് പോയായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേനെ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കൊരു ഞായറാഴ്ച എന്തായാലും എനിക്ക് അവധിയാണ്. അപ്പൊ എനിക്ക് വേണമെന്ന് വെച്ചാൽ റിസ്ക് എടുത്തിട്ട് ശനിയാഴ്ച രാത്രി പോയാൽ ഞാൻ ഒരു 8:30 ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പം പിറ്റേ ദിവസം ഞായറാഴ്ച വൈകുന്നേരം അല്ല രാത്രി എനിക്ക് ട്രെയിൻ കയറി അന്ന് രാത്രി ഞാൻ തിരിച്ചു എത്തും. അപ്പൊ അങ്ങനെ വേണേലും എനിക്ക് ചെയ്യാം. സോ ആ കാര്യത്തിൽ ഞാനൊരു സേഫ് സോൺ ആണ്. അപ്പൊ നിങ്ങൾ ദൂരെ പോയി പഠിക്കുന്നവരാണ്, അല്ല ദൂരെയുള്ള കോളേജ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വീട് മിസ് ചെയ്യും. അതൊരു സത്യാവസ്ഥയാണ്. പക്ഷെ ഓഫ് കോഴ്സ് നമ്മൾ ഇത്രയും ദൂരത്ത് നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യത്തിൽ കേപ്പബിൾ ആവും. എന്ന് പറയുമ്പം എനിക്ക് ഞാനാണെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും പോകുന്ന ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാനിപ്പോ എന്റെ കോഴ്സ് 2 വർഷത്തോളമായി. അപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ഓക്കെയാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പഠിച്ചു. നമുക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ വരും. നമ്മളെ തന്നെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പഠിക്കും. അങ്ങനെ ഒരുപാട് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യും. സോ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെ. നിങ്ങളിപ്പോ ദൂരെ പോയി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനും ഉള്ള കറേജ് നിങ്ങൾക്ക് കിട്ടും. അതൊരു പോസിറ്റീവ് സൈഡ് ആയിട്ടേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമ്മൾ ജോലി ചെയ്യുമ്പം ചിലപ്പോൾ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്നും ജോലി ചെയ്തെന്ന് വരത്തില്ല. മിക്കവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ മറ്റ് സ്ഥലത്തോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ച് വീട് മിസ് ചെയ്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും. സോ നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് അത് ഉപകാരപ്പെടത്തേ ഉള്ളൂ. സോ നിങ്ങൾ അതും ഒരു നെഗറ്റീവ് വശമായിട്ട് കരുതണ്ട. പിന്നെ നമ്മൾ അമ്മ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഉറപ്പായിട്ടും മിസ് ചെയ്യും. അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ശരിക്കും നമ്മൾ അത്യാവശ്യം ഹോസ്റ്റലിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീടിന്റെ വില അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ആ ഒരു ഫുഡിന്റെ വിലയും നമ്മുടെ അടുത്ത് പറഞ്ഞ് കഴിപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് കിട്ടത്തില്ല ഹോസ്റ്റലിൽ. സോ അതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യാനായിട്ട് പോവാണ്. സോ നിങ്ങൾക്ക് ഇനി ഒരു 1 വീക്ക് ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതെങ്കിൽ ആ ഒരു 1 വീക്ക് നിങ്ങൾ ഉറപ്പായിട്ട് വീട്ടിൽ നിന്നിട്ട് എൻജോയ് ചെയ്യുക. പിന്നെ ഹോളിഡേയ്സിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗിനോ ഡിഗ്രിക്കോ ഒക്കെ ആണെങ്കിൽ അറിയാം, ഓരോ സെം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് ഒക്കെ ബ്രേക്ക് ഒക്കെ കാണും. പക്ഷെ അതൊന്നും നഴ്സിംഗിലോട്ട് വരുമ്പോഴത്തേക്കൊന്നും കിട്ടത്തില്ല. നമുക്ക് പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ മിക്കവർക്കും ലീവ് ആയിരിക്കും. ഇപ്പൊ എനിക്കൊക്കെ പബ്ലിക് ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ കലണ്ടറിൽ ഇപ്പൊ റെഡ് കളറുള്ള എല്ലാ ഹോളിഡേയ്സും ലീവാണ്. കൂടാതെ ഞങ്ങൾക്ക് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ വളരെയധികം ദിവസം അവധി കിട്ടാറുണ്ട്. ചില കോളേജിലൊക്കെ 3-4 ദിവസമൊക്കെ കൊടുക്കുന്നതുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു 8-9 ദിവസമൊക്കെ കിട്ടാറുണ്ട്. സോ അതും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നിങ്ങളുടെ കോളേജ് ഡിപ്പെൻസ്, അത് കിട്ടും.
പിന്നെ നമുക്ക് അങ്ങനെ അവധി എന്നൊക്കെ പറയാനാണെങ്കിൽ വലുതായിട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ നമുക്ക് എക്സാം ആവുന്ന സമയത്ത് സ്റ്റഡി ലീവ് ചിലപ്പോൾ ഒരു 1 വീക്ക് കിട്ടും. 1 വീക്കിൽ കൂടുതൽ കിട്ടുന്ന കോളേജുകളും ഉണ്ട്. പിന്നെ നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2ഓ 3ഓ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച അവധി കിട്ടും. ഇതാണ് കൂടുതലായിട്ട് നടക്കുന്ന ഒരു കാര്യം. ഇനി ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്നവർക്ക് അത്യാവശ്യം കുറച്ചധികം ദിവസം അവധി കിട്ടാറുണ്ട്. അപ്പോൾ അല്ലാതെ പ്രൈവറ്റിൽ അങ്ങനെയൊക്കെ പഠിക്കുന്നവർക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ ആയിരിക്കും ലീവും കാര്യങ്ങളൊക്കെ കിട്ടുക. സോ നിങ്ങൾ ലീവ് എടുക്കുന്ന കാര്യത്തിലും എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് ദിവസം അങ്ങനെ വീട്ടിലിരിക്കാനോ വെറുതെ ഇരിക്കാനോ ഒക്കെ പറ്റുന്നത് കുറവാണ്. സൺഡേ എന്തായാലും അവധിയായിരിക്കും. സോ സൺഡേ നമുക്കൊരു അടിപൊളി ദിവസമായിരിക്കും. പിന്നെന്താണ് പറയാനുള്ളത്, നമുക്ക് പുതിയ സ്ഥലത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ പുതിയ അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തുള്ള സ്ഥലങ്ങൾ അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പം ട്രിവാൻഡ്രത്ത് വന്ന് എനിക്കിപ്പോ ട്രിവാൻഡ്രം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഓൾമോസ്റ്റ് കുറെ സ്ഥലങ്ങളിൽ ഞാൻ പോയി. ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മറ്റൊരിടത്ത് പോയി പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്ലസ് ടു വരെയൊക്കെ കൂടുതൽ പേരും അങ്ങനെ ദൂരോട്ടൊന്നും പോയി പഠിക്കാത്തവരാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടും എൻജോയ് ചെയ്യാനായിട്ട്. ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുറെ പേര് പറയാറുണ്ട് നഴ്സിംഗ് ഭയങ്കര പാടാണ്, ഭയങ്കര കുറച്ച് കമന്റ്സ് ഒക്കെ ഞാൻ കാണാറുണ്ട് ഇതൊരു ലൂപ്പിൽ വീണ പോലാണെന്നൊക്കെ. അപ്പം അതിനോടൊന്നും ഞാൻ കംപ്ലീറ്റ്ലി യോജിക്കുന്നൊന്നുമില്ല. നഴ്സിംഗ് ഒക്കെ നമുക്ക് വിചാരിച്ചാൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇത്തിരി പഠിക്കാൻ പാടുള്ള വ്യക്തിയാണെന്ന് സ്വന്തമായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര അങ്ങ് ഡിഫിക്കൽട്ട് കോഴ്സ് അങ്ങനെ അങ്ങ് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഡിഫിക്കൽട്ടീസ് ശരിക്കും എനിക്ക് തോന്നുന്നു പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഹെക്ടിക് ഷെഡ്യൂൾ ആണെന്ന് പറയുമ്പം നമ്മളിപ്പോ ഒരു സെം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സെമിനാറും അസൈൻമെന്റും ഒക്കെ എഴുതാൻ കാണും. അതിന്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ടാവും. പിന്നെ പോസ്റ്റിങ്ങിന് പോയി തുടങ്ങും. പോസ്റ്റിംഗ് ഒന്ന് തീർന്ന് നമ്മുടെ ക്ലിനിക്കൽ റിക്വയർമെന്റ് ഒക്കെ ഒന്ന് എഴുതി കഴിയാറാകുമ്പോഴത്തേക്ക് എക്സാം. ദിസ് ഈസ് ഹെക്ടിക്. ഐ തിങ്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അല്ലാണ്ട് പഠിക്കാൻ ഭയങ്കര പാടൊന്നുമില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതാണ് ആദ്യത്തെ പ്രശ്നം. നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്ന് ആദ്യം ഒന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പഠിച്ചു പോവുക. അവസാനത്തേക്ക് മാറ്റി വെക്കാണ്ടിരിക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ എഴുതാൻ കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതുന്നതിന്റെ ഇടയിൽ കൂടെ പഠിക്കുന്നതൊന്നും നടക്കത്തില്ല. അതാണ് ഒരു പ്രശ്നം വരുന്നത്. കുറെ എഴുതാനുണ്ട്. ഫസ്റ്റ് സെം സെക്കൻഡ് സെം ഒന്നും അത്രയ്ക്ക് എഴുതാനില്ല. സോ അത് ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട. തേർഡ് സെം തൊട്ടിട്ടാണ് കുറെ എഴുതാനായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പം നോർമലി ഇപ്പൊ എന്റെ ഒരു നഴ്സിംഗ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ ഒരു 2 വർഷത്തെ കാര്യം പറയാനാണെങ്കിൽ ഓഫ് കോഴ്സ് കുഴപ്പമില്ല. അത്യാവശ്യം നൈസ് ആയിട്ട് പോകുന്നുണ്ട്. ഉറപ്പായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. എന്നാൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പൊ എനിക്ക് പറ്റുന്നുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്കും പറ്റും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയില്ല എന്നുള്ള ഒരു കാര്യം കമന്റ് ചെയ്യുക. കൂടെ തന്നെ നഴ്സിംഗിന് പോകാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.